ചുറ്റുവട്ടം. നമസ്കാരം. റേഡിയോ സിയുയിൽ ഇപ്പോൾ ചുറ്റുവട്ടം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കെമിസ്ട്രി റിട്ടയർഡ് സയൻറ്റിഫിക് ഓഫീസറായ ബാലകൃഷ്ണൻ KV-യുമായി ജിൽഷ ഹേമന്ത് നടത്തിയ അഭിമുഖം ഭാഗം 1. നമസ്കാരം. റേഡിയോ CU ചുറ്റുവട്ടത്തിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. ഇപ്പോൾ മാമ്പഴക്കാലമാണ്. മാർക്കറ്റിൽ വിവിധ തരം മാമ്പഴങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. കൊതിയൂറുന്ന മണത്തോടും രുചിയോടും കൂടി നമ്മൾക്ക് കൊതി വരുന്ന അല്ലെങ്കിൽ നമ്മുടെ ഭയങ്കരമായ രീതിയിൽ ആകർഷിക്കുന്ന പല നിറത്തിലും വലുപ്പങ്ങളിലുമുള്ള മാമ്പഴങ്ങൾ നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. ഇവയെല്ലാം തന്നെ തനത് പ്രകൃതിദത്തമായ മികവോടെ നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലും കാഴ്ച നിൽക്കുന്നത് നമ്മൾക്കിപ്പോൾ കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയാണ്. ഇതിനു പിന്നിൽ ഒരു വ്യക്തിയുടെ സുമനസ്സും അശ്രാന്ത പരിശ്രമവും വ്യക്തമായ ഒരു കാഴ്ചപ്പാടുമുണ്ട്. നമ്മൾക്ക് സ്വാഗതം ചെയ്യാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സ്വന്തം ബാലേട്ടനെ. നമസ്കാരം സാർ. നമസ്കാരം. സാറിന് എല്ലാവർക്കും പരിചയം ഉണ്ടാവുക മാവിൻ തൈകൾ പരിപാലിക്കുന്നതും നട്ടു നനയ്ക്കുന്നതൊക്കെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും സ്റ്റാഫിനും എല്ലാവർക്കും കാണാൻ സാധിക്കുന്ന ഒരു കാഴ്ചയാണ്. ഇതൊക്കെ നമ്മൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നത് സാറിന് യൂണിവേഴ്സിറ്റിയോടെ ഉള്ള ഒരു അഭേദ്യ ബന്ധം അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുമായിട്ടുള്ള ഒരു സ്നേഹം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സാറിന് യൂണിവേഴ്സിറ്റിയുമായിട്ടുള്ള ഈ ബന്ധം തുടങ്ങുന്നത് എങ്ങനെയാണ്? 1980-ലാണ് ഞാൻ ഈ ക്യാമ്പസിൽ വരുന്നത്. ഞാൻ ശരിക്കും ഒരു വിദ്യാർത്ഥിയായിട്ടല്ല വരുന്നത്, കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിൽ ടെക്നിക്കൽ അസിസ്റ്റൻ്റായിട്ടാണ്. പക്ഷെ വന്ന ദിവസം തന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി. ഏറ്റവും മിനിമം MSc കെമിസ്ട്രി ഇല്ലെങ്കിൽ ഈ ലാബിൽ ജോലി ചെയ്യാൻ പ്രയാസമാണ്. കാരണം ഏറ്റവും ചെറിയ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് MSc സ്റ്റുഡൻസാണ്. നേരെ MSc ഇല്ലാതെ അവരെ ഇടയിൽ വർക്ക് ചെയ്യാൻ പ്രയാസമാണ്. അതുകൊണ്ട് അടുത്ത വർഷം തന്നെ ഞാൻ ലീവ് എടുത്ത് MSc സ്റ്റുഡൻ്റായി ഇത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിൽ ചേർന്നു. 83-85 കെമിസ്ട്രി ബാച്ചാണ്. ആ കെമിസ്ട്രി ഡിഗ്രി കിട്ടിയതിന് ശേഷം ഞാൻ ഇവിടെ തന്നെ PhD ചേർന്നു. 95-ലാണ് PhD അവാർഡ്. പിന്നീട് സാറ് ജോലിയിൽ തിരിച്ചു കയറി. MSc കോഴ്സ് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ ജോലി ചെയ്തു. റിസർച്ച് ചെയ്യുന്നത് ടെമ്പററി ആയിട്ട് പ്രൈവറ്റ് പാർട്ട് ടൈം റിസർച്ച് സ്കോളറായിട്ടാണ് ചെയ്യുന്നത്. ജോലി ചെയ്തുകൊണ്ട് തന്നെ റിസർച്ച് ചെയ്യുന്നത്. പിന്നീട് എങ്ങനെയാണ് സാറിൻ്റെ സ്വദേശം കണ്ണൂരാണല്ലേ? എല്ലാവരും അങ്ങനെയാണല്ലോ, ജോലി കഴിഞ്ഞ് റിട്ടയർഡ് ആയി കഴിഞ്ഞാൽ സ്വദേശത്തേക്ക് തിരിച്ചു പോകുന്നതാണ് നമ്മൾ സ്വതവേ കാണാറുള്ളത്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി സാർ ക്യാമ്പസിൽ തന്നെ തുടരുകയാണ് ഉണ്ടായത്. റിട്ടയർ ചെയ്തതിന് ശേഷം ഞാൻ കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിൽ പിറ്റത്തെ ദിവസം വന്നിരുന്നു. അതിലൊരു കാര്യമുണ്ട്. റിട്ടയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ പല ആൾക്കാരും മരണം പോലെയാണ് കണക്കൂട്ടുന്നത്. പല ആൾക്കാരും റിട്ടയർമെൻറ്റിനെ പറ്റിയിട്ട് ആലോചിക്കുന്നു. ഞാൻ തമാശയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇറ്റ് ഈസ് റീടയർമെൻറ്റ്. അതായത് പഴയ 55 വർഷം ഓടിത്തഴിഞ്ഞ ടയർ മാറ്റിയിട്ട് റീടയർ ചെയ്ത് പുതുതായിട്ട് വളരെ ശക്തിയോട് കൂടിയിട്ട് ഓടുന്ന പരിപാടിയാണ് റീടയർമെൻറ്റ്. നമുക്ക് ഒരുപാട് അനുഭവങ്ങളുള്ളതുകൊണ്ട് നമ്മൾ വീട്ടിൽ പോയിട്ട് ഇരിക്കണമെന്നുണ്ട്. ശമ്പളം കിട്ടൂല എന്ന് മാത്രമല്ല, ശമ്പളം കിട്ടുന്നില്ല, നമുക്ക് പെൻഷൻ കിട്ടുന്നുണ്ട്. നമുക്ക് സത്യത്തിൽ ചെറിയ ഒരു ശമ്പളത്തിൽ ജോലി ചെയ്ത ആളല്ല ഞാൻ. അതുകൊണ്ട് തന്നെ വലിയ പെൻഷൻ കിട്ടുന്നുണ്ട്. ചെറിയൊരു ജീവനക്കാരനേക്കാളും എത്രയോ കൂടുതലാണ് നമ്മുടെ പെൻഷൻ. അന്നേരം ശമ്പളം കിട്ടുന്നില്ലെങ്കിലും ജോലി ചെയ്യുന്നതിന് പ്രയാസമില്ല. റിട്ടയർ ചെയ്ത ദിവസങ്ങളും ഞാൻ റിട്ടയർമെൻറ്റ് ആഘോഷങ്ങളിൽ പങ്കെടുത്ത വ്യക്തിയല്ല. റിട്ടയർമെൻറ്റ് ആഘോഷങ്ങൾ വേണ്ടെന്ന് പറഞ്ഞു റിട്ടയർമെൻറ്റ് ആഘോഷം ഉണ്ടായിരുന്നില്ല. എനിക്ക് റിട്ടയർ ചെയ്ത ആ ദിവസങ്ങളും അതിൻ്റെ അടുത്ത ദിവസവും എല്ലാം ഒരുപോലെ തന്നെയായിരുന്നു. മനസ്സിലാക്കിയെടുത്തോളം സാറിൻ്റെ കുടുംബവും സ്വാതന്ത്ര്യവും ഒക്കെ ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസാണ്. സാർ എങ്ങനെയാണ് ഇത്തരം ഒരു ആശയത്തിലേക്ക് എത്തുന്നത്? ഇവിടെ മാവിൻ തൈകൾ നടാം, ഇതിനെ പരിരക്ഷിക്കണം എന്നൊക്കെ ഉള്ളൊരു കാഴ്ചപ്പാടിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? 1980 ഇവിടെ വരുമ്പോൾ ഈ ഇന്ന് കാണുന്ന വെജിറ്റേഷൻ ഒന്നും ഇല്ലാത്ത വെറും പാറയായിട്ടുള്ള സ്ഥലം, മലപ്പുറം ജില്ലയാണ് ഇത്. അന്നേരം തണൽ വൃക്ഷം ഉണ്ടാവണം ഇവിടെ എന്നുള്ള ഒരു ആശയത്തിൽ നിന്നാണ് മാവുകൾ വെക്കുന്നത്. മാവ് വെക്കാൻ കാരണം വെച്ചാൽ മാവ് ഏറ്റവും കൂടുതൽ തണൽ തരുന്ന ഇതാണ്. ഏറ്റവും സ്മോൾ എമൗണ്ട് ഓഫ് വാട്ടറിൽ സസ്റ്റെയിൻ ചെയ്യുന്ന ഒരു പ്ലാന്റാണ് മാവ് എന്ന് പറയുന്നത്. നൂറ്റാണ്ടുകൾ നിലനിൽക്കും, അതിന് ഫലവും തരും. ശ്രീനാരായണ ഗുരു പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ മരങ്ങൾ വെച്ച് പിടിപ്പിക്കണം. എന്നാൽ പിന്നെ മാവ് തന്നെ ആയിക്കോട്ടെ, മാങ്ങയും കൂടിയും കിട്ടുമല്ലോ എന്ന് ശ്രീനാരായണ ഗുരു പറഞ്ഞ ഒരു കഥ. ഞാൻ കഴിഞ്ഞതിന് ശേഷം കുറേ കാലം കഴിഞ്ഞാൽ ഞാൻ വർക്കലയിൽ പോയാലും അവിടെ എഴുതി വെച്ചൊരു വാക്ക് ഈ കാണുന്നത്.
ഇപ്പോഴത്തെ കാലത്തെ എല്ലാവരും ഫലച്ചെടികൾ നടാറുണ്ട്. ഇപ്പോൾ നഴ്സറികളിൽ നിന്നൊക്കെ വലിയ തുക കൊടുത്ത് ചെടികൾ വാങ്ങി, ഇപ്പോൾ റംബൂട്ടാൻ, മാംഗോസ്റ്റീൻ, അങ്ങനെ വിവിധ തരം ചെടികൾ നമ്മൾ, ഫ്രൂട്ട്സ് ഉണ്ടാകുന്ന ചെടികൾ നമ്മൾ നടാറുണ്ട്. സാർ എന്തുകൊണ്ടാണ് ഈ മറ്റ് ഫലവൃക്ഷങ്ങളൊന്നും നട്ടധികം കണ്ടിട്ടില്ല? മാവും അതിൽ തന്നെയുള്ള വെറൈറ്റി മാന്തൈകളുമാണ് നടാറുണ്ടായിരുന്നത്. മാവല്ലാണ്ട് പ്ലാവുണ്ട്, വേറെ വൃക്ഷങ്ങളുണ്ട് ശരിക്കും. അത് പക്ഷേ ഇതിൻ്റെ അടിയിൽ കാണാതെ പോകുന്നത് മാത്രമേ ഉള്ളൂ. അതെ അതെ. മ്യൂസിയത്തിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാവൽ ബെറീസ് ഉണ്ട്, ഞാവലുണ്ട്, സ്വീറ്റ് ടാമറിൻ്റെ, മധുരപ്പുളിയുണ്ട്, അങ്ങനെയുള്ളതും കൂടിയുണ്ട്. നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത മാവല്ല ഇവിടെ വെച്ചിരിക്കുന്നത്, എല്ലാം സീഡിൽ നിന്ന് അതിനായിട്ട് തിരഞ്ഞെടുത്ത് മാങ്ങ വാങ്ങിച്ച് അതിൻ്റെ സീഡിൽ നിന്ന് ഉണ്ടാക്കിയ മാവിൻ തൈകളാണ് ഇവിടെയുള്ളത്. അതിനൊരു കാരണമുണ്ട്. നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത മാവ് എന്ന് പറയുന്നത് ഒരു 25 വർഷമാകുമ്പോഴേക്കും അത് മെച്ചർ ചെയ്യും. പിന്നെ അതിൽ കൂടുതൽ വലിയ വളർച്ചയുണ്ടാവില്ല, അത് മുരടിച്ച് നശിച്ചു പോകും. പക്ഷേ ഇല്ല, അതിന് കാരണം വെച്ചാൽ അതിന് ഈ ടാപ്പ് റൂട്ട് ഇല്ലാത്തതാണ്. നമ്മൾ വണ്ടിയിൽ നിന്ന് ഉണ്ടാക്കുന്ന മാവ് എന്ന് പറഞ്ഞാൽ ടാപ്പ് റൂട്ടുള്ളതാണ്. അന്നേരം അത് നൂറ്റാണ്ട് നിലനിൽക്കും, 100 വർഷത്തിലധികം നിലനിൽക്കുന്ന മാവുകളുണ്ട്. 100 വർഷത്തിൽ ഈ മാവ് നിലനിൽക്കുമ്പോൾ വളർന്ന് എത്രയോ വലുതാവും അത്. അതുകൊണ്ടാണ് ഇത് 100 വർഷത്തിലധികം. വിവേകാനന്ദൻ പറഞ്ഞൊരു വാക്കുണ്ട്, അതായത് മാവല്ല എന്ത് വെക്കുമ്പോൾ നിങ്ങൾ ഇവിടെ ജീവിച്ചു എന്നുള്ളതിന് ഒരു അടയാളം ബാക്കി നിർത്തി മാത്രമേ നിങ്ങൾ ഇവിടുന്ന് ഈ ലോകത്ത് നിന്ന് പോകാൻ പാടുള്ളൂ. അതെ, നമ്മുടെ എല്ലാവരുടെയും ഒരു സിഗ്നേച്ചർ ഉണ്ടാവണം. ഒരു സിഗ്നേച്ചർ ഷുഡ് ബി ദർ. അതെ, യു ലീവ് എ സിഗ്നേച്ചർ ഓൺ ദിസ് എർത്ത്. പക്ഷെ സാർ ആ കാര്യത്തിൽ സക്സസ്ഫുൾ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ക്യാമ്പസിലൂടെ നടക്കുമ്പോൾ എൻ്റെയൊക്കെ പേഴ്സണലി പൂത്തു നിൽക്കുന്ന ചെടികളെക്കാളും എനിക്ക് കാണാൻ ആഗ്രഹം കായ്ച്ചു നിൽക്കുന്ന ചെടികളോടാണ് കൂടുതൽ ഒരു ഇഷ്ടം ഉള്ളത്. പ്രത്യേകിച്ച് ഇത്ര വെറൈറ്റി മാമ്പഴങ്ങളാണ് ക്യാമ്പസിൽ ഈ സമയത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മൾ കണ്ടിട്ടില്ല. അതിൻ്റെ ചെടികളുടെ ഓരോ മാവിൻ തൈകളുടെയും ഇലകൾ വ്യത്യസ്തമായ സ്മെല്ലാണ് നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയുന്നത്. സാർ എങ്ങനെയാണ് അപ്പോൾ ഈ മാമ്പഴങ്ങളൊക്കെ കടയിൽ പോയി സാറ് വാങ്ങിച്ച് അല്ലെങ്കിൽ കണ്ട് രുചിച്ചറിഞ്ഞ് വാങ്ങിക്കുന്ന മാമ്പഴങ്ങൾ വീട്ടിൽ മുളപ്പിച്ചിട്ടാണോ ക്യാമ്പസിൽ കൊണ്ട് നടുന്നത്? നല്ല തരം മാങ്ങ കണ്ടു കഴിഞ്ഞാൽ അത് ഞാൻ വാങ്ങിക്കും. അതിൽ നിന്ന് ഏറ്റവും തൈ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള വലിയ മൂത്ത മാമ്പഴങ്ങൾ തിരഞ്ഞെടുത്ത് അതിൻ്റെ വിത്താണ് മാങ്ങയായിട്ട് ചെടിയാക്കി ഇവിടെ കൊണ്ടുവന്ന് നടുന്നത്. പിന്നെ മാവിനൊരു പ്രത്യേകതയുണ്ട്, ഒരു ആലെല്ലാം വെക്കും പോലെ പെട്ടെന്ന് വളർന്നു വരില്ല. നന്നായിട്ട് നമ്മളൊരു വീട്ടിലെ സ്വന്തം കുട്ടീനെ വളർത്തുന്നത് പോലെ വളർത്തിയാൽ മാത്രമേ മാവ് വളരൂ. ഒരു 5 വർഷം 3 വർഷം ശരിക്കും പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടി വരും. പിന്നെ ഒരു 5 വർഷം ആവുന്നവരെ നമ്മൾ നോക്കിയെന്ന് പിന്നെ അത് സ്വതന്ത്രമായിട്ട് വളർന്നുള്ളത്. പിന്നെ ഈ മാവിൻ്റെ വെറൈറ്റി പറയുമ്പോൾ നമ്മൾ ഒരുപാട് ഇപ്പം നമ്മൾ കാണുന്ന പലത്, ഇപ്പം ഈ മല്ലിക, ശരിക്ക് മല്ലിക അതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ വളരെ രസമായിട്ട് തോന്നും. മല്ലിക എന്ന് പറയുന്നത് സാധാരണ ഉണ്ടായൊരു മാങ്ങയല്ല. ഇപ്പോൾ അതിൻ്റെ പേര് തന്നെ മല്ലിക, മാലിക് എന്നുള്ള അറബിക് വാക്കുന്നാണ് മല്ലിക ഉണ്ടാകുന്നത്. യജമാനത്തി എന്നാണ് അതിനർത്ഥം. ശരി, മാത്രമല്ല അത് സാധാരണ ഇല്ല. ഉത്തരേന്ത്യയിലെ ദസറി എന്ന് പറയുന്ന ഒരു മാമ്പഴമുണ്ട്. ആ മാമ്പഴം കേരളത്തിലെ നീലം മാമ്പഴം കൂടി രണ്ടിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റിയാണ് മല്ലിക എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങിക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ അറിയുമ്പോൾ വലിയ രസം തോന്നിയത്. മാത്രമല്ല വെറൈറ്റി വേറൊരു മാമ്പഴത്തിന് പേര് സാർ പറയുന്നില്ലേ? അതെ, ഖുദാദത്ത്. ഇപ്പം ഖുദാദത്ത് നമ്മൾ വളരെ വലിയ മാങ്ങ, ഫൈബർലെസ് ആണ്, ഫ്ലഷി ആയിട്ടുള്ളതാണ്, വളരെ സ്വീറ്റ് സ്മെല്ലിംഗ് ആണ്. അന്നേരം പേര് തന്നെ ഖുദാദത്ത്, ദൈവദത്തം, ഗോഡ് ഗിവൺ. ദൈവദത്തം എന്ന് പറയുന്നത് ഗോഡ് ഗിവൺ, ദൈവം തന്നതാണെന്നുള്ള പേര് തന്നെ. ഇപ്പം റുമാനി, ആപ്പിൾ മാംഗോ എന്ന് പറയുന്നത്, ശരിക്കും റുമാനി എന്ന് പറഞ്ഞ പേരിട്ട് നോക്കണം. അതായത് ഹെവൻലി, സ്വർഗീയം എന്ന് സ്വർഗീയമായ അനുഭൂതിയായിരിക്കും ആ മാമ്പഴത്തിന് ഉണ്ടാവുക. കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റിൽ അടുത്ത കാലത്ത് പ്രൊഫസർ അബ്രഹാം ജോസഫ് അവരെ ഈ മാവ് നട്ടിരുന്നാണ്. കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകുന്ന വഴിക്ക് റുമാനി എന്ന് പറയുന്ന മാങ്ങയുണ്ട്. അന്നേരം അതിനുണ്ട് ദിസ് പ്ലാൻ, അതിന് എഴുതി വെച്ച വാക്ക് എന്ന് പറയുന്നത് ദിസ് റുമാനി പ്ലാന്റ് ഈസ് പ്ലാന്റഡ് ബൈ പ്രൊഫസർ അബ്രഹാം ജോസഫ് ഇൻ ദി ലവിങ് മെമ്മറി ഓഫ് ഹിസ് ഹെവൻലി മദർ. മാങ്ങയുടെ പേര് തന്നെ ഹിസ് ഹെവൻലി മദർ ഇൻ ലവിങ് മെമ്മറി ഓഫ് ഹിസ്. അത്
എനിക്കത് വലിയ ശരിക്കും വെച്ചാൽ ഇത് എന്നെ മാത്രം സംബന്ധിക്കുന്ന ഒരു കാര്യമായിരിക്കും, പക്ഷേ എനിക്കത് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. അപ്പോൾ ഞാൻ ഇത് പറയുമ്പം തന്നെ ഞാൻ ആദ്യം പറഞ്ഞു അബ്രഹാം ജോസഫിനോട് തന്നെ ഇത് പറയുമ്പോഴും അയാളും അത് ഇമോഷണലായി, അമ്മയുടെ പേര് പറയുമ്പോൾ. എന്നാലും ഇങ്ങനെ ഓരോ കാര്യത്തിൽ ചില കാര്യങ്ങളുണ്ട്. ഇപ്പം കണ്ണപുരം മാവ്, പാർക്കിൽ ഒരു കണ്ണപുരം മാവുണ്ട്, വലിയ മാവ്, 10-25 ആ കണ്ണപുരം മാവ് വെക്കുമ്പോൾ അതിൻ്റെ മേലെ എഴുതി വെച്ചിട്ടുണ്ട്, ഇൻ ലവിങ് മെമ്മറി ഓഫ് ഡോക്ടർ ശിവരാജ്. ശിവരാജ് എന്ന് പറയുന്നത് ബോട്ടണിയിലെ പ്രൊഫസറായിരുന്നു, എൻ്റെ നാട്ടുകാരനാണ്. അയാൾക്ക് വേണ്ടി വെച്ച മാവ് എന്ന് പറഞ്ഞത് കണ്ണപുരം മാവാണ്. അയാൾ ശരിക്കും കണ്ണപുരം പഞ്ചായത്തിൽ നിന്ന് വരുന്ന ആളാണ്. ആ മാങ്ങ വാങ്ങിച്ചത് കണ്ണപുരം പഞ്ചായത്തിൽ നിന്ന്. സാറിന്റെ നാട് കണ്ണൂരാണല്ലോ, സാറ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരുപാട് മാവുകൾ നമ്മൾ ക്യാമ്പസിൽ വെച്ചിട്ടില്ലേ? കണ്ണപുരം മാവുണ്ട്, വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്നത്. ഏറ്റവും കൂടുതൽ വിലയുള്ളത് നോർത്തേൺ കേരളയിൽ, അത് നമ്മൾ അറിയണം, നോർത്തേൺ കേരളയിൽ ഏറ്റവും അധികം വിറ്റഴിഞ്ഞു പോകുന്ന മാങ്ങയാണ് കണ്ണപുരം മാവ്. ഏറ്റവും സ്വീറ്റാണ്. മാത്രമല്ല അത് ഓറഞ്ച് കളറുണ്ട്. ഇപ്പം കുട്ടികളെ നമ്മൾ തിന്നുമ്പോൾ പലപ്പോഴും ആലോചിക്കാറില്ല എന്തുകൊണ്ടാണ് ഈ ഓറഞ്ച് കളർ വരുന്നതെന്ന്. പലപ്പോഴും പല ആൾക്കാർ കെമിസ്ട്രി പഠിക്കുന്ന സ്റ്റുഡൻസിനോട് ചോദിച്ചാൽ പോലും മനസ്സിലാവില്ല. പക്ഷെ ഒരു സൂചന നൽകിയാൽ അവർ പറയും ഓറഞ്ച് എന്ന് വെച്ചാൽ ക്യാരറ്റിൻ്റെ കളറാണ്. അത് കരോട്ടിനോയിഡ് ഉള്ളതുകൊണ്ടാണ് അത് ഓറഞ്ചായിട്ട് മാറുന്നത്. ഇപ്പം മാമ്പഴത്തിലെ ഉൾഭാഗത്തിനെ പറ്റി പറയും വെള്ള നിറമാണ്, ഓറഞ്ചാണ്. ഓറഞ്ച് എന്ന് വെച്ചാൽ വിറ്റാമിൻ എ ഉള്ളതാണ്, കണ്ണിന് നല്ലതായിട്ടില്ല. ക്യാരറ്റ് കഴിക്കുന്നതിന് തുല്യമാണത്. പക്ഷെ ക്യാരറ്റ് കഴിക്കുന്നതിനേക്കാളും വേറൊരു കാര്യമുണ്ട്, ഇത് ഡൈജസ്റ്റീവ് എൻസൈം വളരെ കൂടുതലാണ്. നമ്മൾ വയറിന് വളരെ ശുദ്ധമാകുന്നതിന് കാരണം ഡൈജസ്റ്റീവ് എൻസൈം ഉള്ളതാണ്. ഹിമപസന്ത് അങ്ങനെയുള്ള വളരെ വില കൂടിയതാണ്, വലിയ വിലയുള്ള മുങ്ങിയാണ്. അത് സാധാരണ ഷോപ്പിൽ കിട്ടൂല, കാരണം അവർക്ക് അത് വരുത്തിയാൽ നഷ്ടമാവും. കാരണം ആ വിലക്ക് ആൾക്കാർക്ക് വാങ്ങിക്കാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ടെന്ന് വെച്ചാൽ വലിയ മാള്, ഗോകുലം വലിയുള്ള മാളിൽ നിന്നാണ് നമ്മൾ വാങ്ങിക്കുന്നത്. 200-300 രൂപയെല്ലാം കിലോ വരുന്നത്. അതായത് ഒരു മാക്ക് 100-ലധികം രൂപ വരുന്നു. അതേപോലെ തന്നെ ഈ അലമ്പൂർ ബാണേഴ്സ് പ്രൊഫസർ എൻ തങ്കരാജൻ, ഇവിടെ ഏറ്റവും ഫസ്റ്റ് ബാച്ച് ഓഫ് പ്രൊഫസേഴ്സിലും ഒരാളാണ് തങ്കരാജൻ, കൊല്ലക്കാരനാണ്. അവർ റിട്ടയർ ചെയ്യുന്ന ഇത് പോകുമ്പോൾ വെച്ച മാവാണ് ഈ അലമ്പൂർ ബാണേഴ്സ്. അത് വരുന്നത് ശരിക്കും അത് മാംഗോ ഫെസ്റ്റ് എന്ന് വാങ്ങിച്ചതാണ്, അല്ലാതെ സാധാരണ കിട്ടൂല. അത് മാംഗോ ഫെസ്റ്റിൽ കണ്ടാലും വാങ്ങിച്ചതാണ്. വലിയ മാങ്ങ 100-ലധികം രൂപ വിലയില്ല, 1 കിലോക്ക് അടുത്ത് തൂക്കം വരുന്നതും, വെരി സ്വീറ്റ്. അന്നേരം അലമ്പൂർ എന്നുള്ള സ്ഥലത്ത് നിന്ന് തന്നെ വന്ന വാങ്ങിയത്, തെലങ്കാന ഡിസ്ട്രിക്റ്റ്, തെലങ്കാനയിലെ ഒരു ഗ്രാമമാണ് അലമ്പൂർ എന്ന് പറയുന്നത്, അലമ്പൂർ ബാണീസ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ മാങ്ങ അറിയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ. അതായത് നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ കാണുന്ന ഓരോ മാവിൻ ചെടിക്കും തനത് പ്രത്യേകതകളിലപ്പുറം ഒരു ഇമോഷണൽ സ്റ്റോറി കൂടിയുണ്ട്. ഇമോഷണലുണ്ട്. കാരണം നമ്മൾക്ക് എന്നെ സംബന്ധിച്ചോളം തങ്കരാജനെ പറ്റി, കാരണം നമ്മൾ ഭയങ്കര സ്നേഹമുള്ള പ്രൊഫസേഴ്സാണ് ആദ്യകാലത്ത്. മാത്രമല്ല തങ്കരാജനെ പറ്റിയിട്ടൊന്നും കുട്ടികൾക്ക് അറിയില്ല. ഈ യൂണിവേഴ്സിറ്റിയിൽ DPhil ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് DPhilലുള്ള ഏക പ്രൊഫസറായിരുന്നു അയാൾ. അത് അവർക്ക് DPhil ലണ്ടനിൽ പോകുന്ന ഡിഗ്രി എടുക്കുന്ന കാലഘട്ടം ഏതാണ്. അന്ന് കപ്പലിലെല്ലാം മാത്രമേ ഉള്ളൂ, ഇന്നത്തെ പോലെ വിമാന സൗകര്യങ്ങളോ ഒന്നും ഇല്ലാത്ത കാലത്ത് ലണ്ടനിൽ പോയി DPhil എടുത്ത് വന്ന പ്രൊഫസർ എന്നായിരുന്നു. വലിയ സ്നേഹമുള്ള, വലിയ ഭയങ്കരം ഈ ആരാധ്യനായിട്ടുള്ള വ്യക്തിയാണ്. മാത്രമല്ല ഒരു കാര്യം തങ്കരാജനെ പറ്റിത്തോളം, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെൻട്രൽ ലൈബ്രറിയിൽ എല്ലാ ദിവസവും രാവിലെ 8:15 ഒരു നീല സ്റ്റാൻഡേർഡ് കാർ, അന്ന് ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അധികം ആൾക്കാർ 4-5 കാറ് മാത്രമേ ഉള്ളൂ ഇന്ന കാലം. ഒന്ന് സുകുമാർ അഴീക്കോടിനും, ഒന്ന് തങ്കരാജനും, കെമിസ്ട്രി തന്നെ വേറെയില്ല 2 പ്രൊഫസർമാർക്ക്. അങ്ങനെയുള്ള ചുരുക്കം 5-6 കാറ് മാത്രമേ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലുള്ളൂ. അന്ന് ഒരു പച്ച സ്റ്റാൻഡേർഡ് കാറിൽ കൃത്യം 8:15 അയാൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ വരും. സെൻട്രൽ യൂണിവേഴ്സിറ്റി ലൈബ്രറിയിൽ വന്നു ബാലരമ മുതൽ നേച്ചർ വരെ വായിക്കുന്ന ഒരു പ്രൊഫസർ. ഒരു കൃത്യം 9:45 ലൈബ്രറിയിൽ നിന്ന് ഇറങ്ങി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരും.
അയാളെ സ്വന്തം മുറിയിൽ അയാളെ പഠനം, ആ മുറിയിൽ അധികം ആൾക്കാരും പോകാറില്ല ശരിക്കും. അങ്ങനെയുള്ള വളരെ ആരാധ്യനായിട്ടുള്ള ബഹുമാനിതനായിട്ടുള്ള വ്യക്തി. അയാൾ വെച്ച മാവ് അത് നടക്കാതെ പോയ ഒരാഗ്രഹമുണ്ട്. ഞാൻ വിചാരിച്ചിരുന്നു ആ മാവിൻ്റെ മാങ്ങേൻ്റെ ഒരു കൊല അങ്ങനെ തന്നെ പറിച്ചെടുത്ത് ഒരു പാക്കറ്റിലാക്കിയിട്ട് കൊല്ലത്ത് പോയി കാണണമെന്ന്. അത് നടന്നില്ല. അതായത് മാവുകൾ വെറും മാവുകൾ മാത്രമല്ല. നമ്മുടെ വൈസ് ചാൻസലർ രവീന്ദ്രൻ സാറുമായി സാർ ഇൻഡിപെൻഡൻസ് ഡേക്ക് ഒരു മാവ് നടുകയുണ്ടായല്ലോ. അതെ, ആ മാവ് കാരണം അവരെ കൊണ്ട് ഒപ്പിക്കണം. ഇപ്പോഴും അവർക്ക് ഒപ്പിക്കണം. മാത്രമല്ല അത് അപ്രിഷ്യേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി. അത് ഇതിനു മുമ്പ് അയാൾ വൈസ് ചാൻസലർ ആവുന്നതിന് മുമ്പും പ്രൊഫസർ സലാം വൈസ് ചാൻസലർ ആയിരുന്ന കാലത്ത് ഈ ലേഡീസ് ഹോസ്റ്റലിന് ബാക്കിൽ മരം വെക്കുന്ന ഒരു സമയത്ത് വൈസ് ചാൻസലർ അവിടെ ഉണ്ടായിരുന്നു. അയാളോട് ഈ കണ്ണപുരം മാവിൻ്റെ കാര്യം അയാൾ പറഞ്ഞിരുന്നു എന്ന് ഞാൻ അറിഞ്ഞു. കാരണം അതൊരു വലിയ കാര്യമാണ്. ശിവരാജൻ്റെ ഓർമ്മയിൽ ഇങ്ങനെയൊരു മാവുണ്ട്. മാത്രമല്ല നമ്മുടെ വി സി ആയാലും ഒരുപാട് കാഴ്ചപ്പാടുകളുള്ള വ്യക്തിയാണല്ലോ. പ്രൊഫസർ രവീന്ദ്രൻ വളരെ an able person to become a vice chancellor of the university. കാരണം ഒന്നാമത് അയാൾ വളരെ അക്കാഡമിക് ക്വാളിഫിക്കേഷനുള്ള ബാക്ക്ഗ്രൗണ്ടുള്ളതാണ്. മദ്രാസ് IIT നിന്ന് PhD എടുത്ത് പിന്നെ ഹി ഈസ് ഗോയിങ് ടു അമേരിക്ക, മാരിലാൻഡ് യൂണിവേഴ്സിറ്റിയിൽ പോയി അവിടെ കുറേ കാലം ഉണ്ടായി. ദെൻ ഹി ഈസ് കമ്മിങ് ടു ഗോട്ടിഞ്ചൻ യൂണിവേഴ്സിറ്റി. ഗോട്ടിഞ്ചൻ എന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റി, അതായത് ക്വാണ്ടം കെമിസ്ട്രിയുടെ ഈറ്റില്ലം എന്നുള്ള ഒരു പേരുണ്ട് ഗോട്ടിഞ്ചൻ യൂണിവേഴ്സിറ്റി. ഇന്ന് 45 നോബൽ പ്രൈസ് ക്രെഡിറ്റുള്ള യൂണിവേഴ്സിറ്റി അത്. 45 ഇയേഴ്സ്, 200 കൊല്ലത്തെ ഏതാണ്ട് 200 കൊല്ലത്തെ പാരമ്പര്യമുണ്ട് അതിന്. ഐൻസ്റ്റൈൻ, ഹൈസൻബർഗ് അങ്ങനെയുള്ള ക്വാണ്ടം കെമിസ്ട്രീൻ്റെ ആദ്യത്തെ വലിയ സയൻറ്റിസ്റ്റുകൾ, നോബൽ പ്രൈസ് കിട്ടിയ സയൻറ്റിസ്റ്റുകൾ വർക്ക് ചെയ്ത് ഇതാണ്. ആ യൂണിവേഴ്സിറ്റിയിൽ ഒന്ന് പോകുക എന്ന് പറയുന്നത്, കാണുന്നത് പോലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അനുഗ്രഹമാണ്. അവിടെ കുറേ കൊല്ലങ്ങളുണ്ടാവുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്, ഭാഗ്യമാണ്. അത് എന്നാൽ മാത്രമേ പറ്റുള്ളൂ. പിന്നെ അവർ പോളണ്ട്, യൂണിവേഴ്സിറ്റി ഓഫ് പോളണ്ടിൽ പോയി. ഇവിടെ വരുന്നത് ജപ്പാൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജപ്പാൻ, അവിടെ ഉണ്ടായിരുന്നത് ഇവിടെ വന്നു. അപ്പോൾ നമ്മൾക്ക് ഈസി ആയിട്ട് രവീന്ദ്രൻ സാറിനെ പോലെ ഒരു പ്രൊഫസറെ കിട്ടിയത് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യവും. നമ്മൾക്ക് സാറിൻ്റെ എല്ലാ കാഴ്ചപ്പാടുകളും അത്രയും ബൃഹത്തായിരിക്കും, അത്രയും സുദീർഘമായുള്ള വീക്ഷണങ്ങളോടെയുള്ള കാഴ്ചപ്പാടുകൾ, അതിൻ്റെ എല്ലാ ഫലങ്ങൾ ലഭിക്കാൻ പോകുന്നത് ഈ യൂണിവേഴ്സിറ്റിക്കും കുട്ടികൾക്കും ആയതുകൊണ്ട് നമുക്കതിൽ അഭിമാനിക്കാവുന്നതാണ്. സാർ നേരത്തെ പറയുകയുണ്ടായി നമ്മുടെ മൾട്ടി ഡിസിപ്ലിനറി മ്യൂസിയത്തിന് മുൻപിൽ മാവുകൾ നടുക എന്നതിലുപരി അതിൻ്റെ പിന്നിൽ വ്യക്തമായ ഒരു കാഴ്ചപ്പാട് കൂടി സാറിനുണ്ട്. ആ ഒരു 10 വർഷങ്ങൾ പിന്നിടുമ്പോൾ ആ മാവുകളെല്ലാം വളർന്നു വലുതാകുമ്പോൾ അതൊരു ഓപ്പൺ സ്റ്റേഡിയം പോലെ അത്ര ഭംഗിയുള്ളതാവുന്ന, അവിടെ തണൽ, നല്ല വെയിലുള്ളൊരു സ്ഥലമാണ് അവിടെ, അതൊരു തണൽ ആയി മാറുകയും കുട്ടികൾക്കത് നന്നായിട്ട് ഉപയോഗപ്രദമാക്കാനും കഴിയുമെന്ന് സാറ് നേരത്തെ പറയുകയുണ്ടായി. അതിനെക്കുറിച്ചൊന്ന് സാറ് സംസാരിക്കാമോ? ഫ്രണ്ടിൽ മുഴുവൻ അത് ആർച്ച രൂപത്തിലുള്ള, അതായത് ഫ്രണ്ടിലെ ഒരു അർദ്ധവൃത്താകൃതിയിലുള്ള ഈ സ്ഥലത്താണ് ഇത് വെച്ചിരിക്കുന്നത്. 2 മീറ്റർ 2-2.5 മീറ്റർ ആഴത്തിലാണ്. 22 മാവുകൾ ആ വട്ടത്തിലുണ്ട്. ഒരു മാവ് ഏതാണ്ട് 1 മീറ്റർ ഈ ഡയമീറ്റർ ഇൻക്രീസ് ചെയ്യും ഓരോ കൊല്ലം. അതായത് 3 തവണ തളർക്കുകയാണെങ്കിൽ ഓരോ തവണയും ഒരടി കണക്കൂട്ടിയാൽ പോലും 2 മീറ്റർ ഡയമീറ്റർ ഇൻക്രീസ് ചെയ്ത് വരും. എനിക്ക് തോന്നുന്നത് ഒരു 5 വർഷം കഴിയുമ്പോഴേക്ക് ഇന്നുള്ള റോഡിൻ്റെ മുൻഭാഗത്തുള്ള അപ്രോച്ച് റോഡ് കവർ ചെയ്ത് ആ സ്ഥലത്ത് വെച്ച് ഓപ്പൺ പെർഫോമൻസ് നടത്താൻ പറ്റും. ഇപ്പം നാടകങ്ങളായാലും ഇപ്പം എല്ലാ സംഗീതത്തിൻ്റെ ഒരാൾ വന്നു കഴിഞ്ഞാൽ ആ ഭാഗത്ത് വന്നിരുന്ന് ഒരു ഓപ്പൺ തിയേറ്റർ പോലെ ആ ഭാഗം ഉപയോഗിക്കാൻ പറ്റും. അതിന് നേരെ ഫേസ് ചെയ്ത് ഇന്ന പടിയിലാണെങ്കിൽ പടിയിൽ ആൾക്കാർക്ക് ഇരുന്ന് അത് ആസ്വദിക്കാനും കൂടി. അന്നേരം ഇറ്റ് ഈസ് എൻ ഓപ്പൺ തിയേറ്റർ. കുറേ അത് ഓട്ടോമാറ്റിക്കലി അങ്ങനെ ആവുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ ഒരു സൗകര്യം വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആൾക്കാർ അങ്ങനെ ചിന്തിക്കും. മാത്രമല്ല മലയാളം ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രൊഫസർ ജോർജ് കുട്ടി ഇപ്പം ഈ മാസമാണ് റിട്ടയർ ചെയ്ത്, കഴിഞ്ഞ മാസം റിട്ടയർ ചെയ്ത്. അവരോട് ഞാൻ പറഞ്ഞിരുന്നു ഇതൊരു ഓപ്പൺ തിയേറ്ററായിട്ട് ഉപയോഗിക്കാവുന്നത്, ആൾക്കാർക്ക് വന്ന് നാടകങ്ങൾ കളിക്കാം, ആർക്കും പെർഫോം ചെയ്യാമെന്ന്. ഇപ്പം ഒരു പാട്ടുകാരനാണ് വന്നിരുന്ന് അന്ന് വളരെ
എയർ കണ്ടീഷൻഡ് ആയിരിക്കും, എയർ കൂൾഡ് സ്പേസ് ആയിരിക്കും. സാറിൻ്റെ ലക്ഷ്യം അന്ന് ആ ഒരു കാലം ഒരു 5 വർഷം പിന്നിടുമ്പോൾ എനിക്ക് തോന്നുന്നത് സാർ അന്ന് കണ്ട ലക്ഷ്യത്തിലേക്ക് എത്തുന്നതാണ്. കാരണം ആ മാവുകളെല്ലാം വലുതായി വരുമ്പോൾ അത്രയും തണലാവും. കംപ്ലീറ്റ് ആ മുഴുവൻ ഒരു പച്ചപ്പിൻ്റെ ഒരു പന്തലായിരിക്കും അവിടെ. ഇപ്പം ഈ അതിൻ്റെ ഒരു ചെറിയൊരു രൂപം നമുക്ക് കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻ്റ് അടുത്ത് പോയി കാണും. വളരെ കൂളായിരിക്കും, വളരെ പുറത്ത് വളരെ ചൂടായിട്ടുള്ള സമയം അതിനടുത്ത് പോയി കഴിഞ്ഞാൽ മുഴുവൻ ഈ മാവിൻ്റെ ഇതുകൊണ്ട് എയർ കൂൾഡായിരിക്കും അത്. മാത്രമല്ല സാർ സംസാരിക്കുന്നത് കേട്ടു അവിടെ നട്ടൊരു പ്ലാവിൻ തൈക്കും അതേപോലെ ഒരു ബാച്ചിൻ്റെ തന്നെ ഒരു സ്വപ്നമായിരുന്നു. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, ഇപ്പം സംസ്കൃത ഡിപ്പാർട്ട്മെൻറ്റിലെ അന്നത്തെ സ്റ്റുഡൻസ് കുറേ കൊല്ലം മുമ്പുള്ള ഒരു പോകുമ്പോൾ അത് നമ്മളെ ടീച്ചർ വെച്ച പ്ലാവാണ് അത്. അതായത് നമ്മളെ ഓർമ്മകളാണല്ലോ മനുഷ്യനെ എന്നും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മുടെ സ്നേഹവും സന്തോഷമുള്ള ഓർമ്മകളാണ് നമ്മൾക്ക് എന്നും കൈമുതലായിട്ടുള്ളത്. അപ്പോൾ യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ ആ സംസ്കൃത ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പാസ് ഔട്ടായ എല്ലാ കുട്ടികൾക്കും ടീച്ചേഴ്സിനും എക്കാലവും അവരുടേത് എന്ന് അവകാശപ്പെടാൻ ഓർക്കാൻ, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു സിഗ്നേച്ചറാണ് ആ ചെടി. അതിലൂടെ കടന്ന് പോകുമ്പോൾ അവർ ഇപ്പം സംസ്കൃത ഡിപ്പാർട്ട്മെൻറ്റിലെ സ്റ്റുഡൻസ് ടീച്ചർ വെച്ച മാവ്, ഇത് ഇത്രയും വളർന്നല്ലേ, നൂറ്റാണ്ടുകൾ നിലനിൽക്കുന്നതാണ്. അതാരും മുറിച്ച് കളയെന്ന് എനിക്ക് തോന്നുന്നു. മുറിച്ച് കളയാൻ പറ്റൂല. ഇനി ഒരു 5 വർഷം കഴിയുമ്പോഴേക്കും അത് ആർക്കും മുറിക്കാൻ പറ്റാത്ത രീതിയിലാവും. അത്രയും അതായത് ഒരു ജന്മാന്തരം മുഴുവൻ അത് ഓർമ്മിക്കും. സംസ്കൃത ഡിപ്പാർട്ട്മെൻറ്റിലെ രാജലക്ഷ്മി എന്നാണ് എനിക്ക് ഓർമ്മ വരുന്നത്, അവർ വെച്ച മാവ്. ഇപ്പോൾ അതിന് അടുത്ത വർഷം അത് മിക്കവാറും കേരളത്തിൽ മുഴുവൻ അതിൻ്റെ വാർത്ത പോകും. കാരണം അതിന് ചക്ക ഉണ്ടാകുമ്പോൾ ഞാനത് ഫോട്ടോ എടുത്ത് അയക്കും. അതിൻ്റെ നേരെ ഇപ്പുറത്തെ പ്ലാവിൽ ചക്കയുണ്ടത്. ഇത് മിക്കവാറും ഈ തവണ അതിൻ്റെ സൈൻ കാണിച്ചു. കാരണം ചെറിയ ചക്ക ഉണ്ടാവുന്ന ചെറിയ ആദ്യം ഉണ്ടല്ലോ, പക്ഷെ അത് ചക്കയായിട്ട് വരില്ല. ചക്കയായി വരുന്നതിന് അതിൻ്റെ ഞെട്ട് തന്നെ വലുതായിട്ട് വരുന്ന ഫ്രൂട്ടായിട്ട് വരുന്ന ഇത് പ്രത്യേകം മനസ്സിലാവും. അന്നേരം അതിൻ്റെ നാന്ദി ഈ കൊല്ലം തന്നെ കാണിച്ചു. അടുത്ത കൊല്ലം ഞാൻ തളിർക്കും, പൂവിടും. സാർ ഇതിൻ്റെയൊക്കെ പരിപാലനത്തിലുള്ള സമയം കണ്ടെത്തുന്നത് എങ്ങനെയാണ്? രാത്രിയാണ് ചെയ്യുന്നത്. രാത്രി നമ്മൾ ഫ്രീ ആണ്, ഒരാളെ ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ല. ഈ അതിന് എൻ്റെ ഒരു ആരോഗ്യത്തിൻ്റെ പ്രശ്നം കൂടി ഉണ്ട് ശരിക്കും. ഇപ്പം ചിലപ്പോൾ മടി പിടിച്ച് പുറത്തിറങ്ങാൻ വിഷമാണെന്ന് തോന്നുന്നു. പക്ഷെ ഞാൻ ഇവിടെ വന്ന് വെള്ളമൊഴിച്ച് ഇതിൻ്റെ പരിപാലനം നടന്നു. അതായത് ഒരുപാട് പരിപാലനം ആവശ്യമാണ്. ഒന്ന്, ഇത് വളർന്നു വരുമ്പോൾ ഉണങ്ങുന്നതാണ് വെള്ളമൊഴിക്കേണ്ടി വരും. ജൂൺ മാസമാകുമ്പോൾ അതിന് ഞാൻ വളമിടും. NPK മിക്സ്ചറും അതെല്ലാം കൊണ്ടുവന്ന് വളമിട്ട്, പിന്നെ അത് പെട്ടെന്ന് വളരുമ്പോൾ അത് കാറ്റ്, ഇപ്പം ജൂണിലെല്ലാം കാറ്റ് വന്നാൽ അത് മറിഞ്ഞു പോകും ശരിക്കും. അന്നേരം അത് പിടിച്ച് കെട്ടണം. ഇങ്ങനെ ഒരുപാട് പരിപാലനങ്ങളുണ്ട്. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് ഞാനൊരു 11:30-12 മണിയാകുമ്പോഴേ തിരിച്ചു പോവുക. അപ്പോഴേക്ക് വളരെ ഫ്രഷായിരിക്കും. പിന്നെ ഒരു വലിയൊരു സന്തോഷം നൽകുന്നത്, നമ്മളിങ്ങനെ കൃത്യമായിട്ട് നോക്കുമ്പോൾ അതിൻ്റെ തളിരിടുന്നതും അതിൻ്റെ വളർച്ചേൻ്റെ എല്ലാ ഘട്ടങ്ങളും നമ്മൾ ശ്രദ്ധിക്കും, വരുന്നുണ്ട്. അന്നേരം അതിന് എന്തെങ്കിലും ഒരു തളിർക്കുമ്പോൾ അത് ക്രോപ്പ് ചെയ്ത് കളയും. ലീഫ് ക്രോപ്പർ എന്ന് പറഞ്ഞ ഒരു സംഗതിയുണ്ട്. അതൊരു 3 വർഷം വരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും. അതായത് ഇല തളിർത്ത് ഒരു 2-3 ദിവസം കഴിഞ്ഞ് താണു വരുമ്പോൾ അതിൻ്റെ ചുവന്ന കളറായിട്ടുള്ള ലൈലാക്ക് കളർ ശരിക്കും പറഞ്ഞു വെച്ചാൽ അന്നേരം അതിൻ്റെ ഞെട്ടും മുറിച്ച് കളയും. ഒരു പ്രാണി, ചുവന്ന ഒരു പ്രാണിയുണ്ട്, ലീഫ് ക്രോപ്പർ എന്ന് തന്നെയാണ് അതിന് പറയുന്നത്. ആക്ച്വലി ഇറ്റ് ഈസ് എ ടാപ്പിംഗ് വർക്കാണത്. അത് മുറിച്ചിട്ട് അതിൻ്റെ ജ്യൂസ്, അതിൻ്റെ സാപ്പ് കുടിക്കും. അത് ആ മധുരമില്ല, അതിന് വേണ്ടിയിട്ടാണ് അത് മുറിക്കുന്നത്. ടാപ്പിംഗ് പോലെ തന്നെ, നമ്മൾ കള്ളിച്ചത്ത് പോലെ തന്നെയാണ് അത്. അതിൻ്റെ ജ്യൂസ് കുടിക്കും. അന്നേരം ഒരു തവണ ഈ ഇല മുറിച്ച് പോയാൽ ഇറ്റ് വിൽ ഗിവ് സോ മച്ച് സ്ട്രെസ് ടു ദ പ്ലാന്റ്. പിന്നെ അത് തളിർക്കാൻ കുറേ സമയം പേടിച്ചു പോകും, ചെടി പേടിച്ചു പോകും. ഇത് തളിർത്ത് കഴിഞ്ഞാൽ ഇത് വീണ്ടും ഇത് മുറിച്ച് ആക്രമിക്കുമെന്നുള്ളത്. അതുകൊണ്ട് അത് തളിർക്കാൻ മടിച്ച് നിൽക്കുക. അന്നേരം ഇത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ പെസ്റ്റിസൈഡ് അടിക്കും, അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. തളിർത്ത് ഇല താഴുന്ന സമയത്ത് പെസ്റ്റിസൈഡ്, സൈപ്പർമെറ്റൻ എന്ന് പറഞ്ഞ ഒരു പൊടിയുണ്ട്. അത് തളിർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇത്
സ്പർശിക്കില്ല അത്. അന്നേരം ഇതും ചെയ്യും. ഇപ്പം ഇവിടെ കാണുന്നതെല്ലാം മിക്കവാറും രാത്രി ഞാൻ തളിർത്ത് വന്ന് ഒരു 3-4 ദിവസം കഴിയുമ്പോൾ ഇല താണു കഴിഞ്ഞാൽ അന്നേരം സൈപ്പർമെട്രിനടിച്ച് ആ പ്രാണീനെ ഒഴിവാക്കും. അങ്ങനെ പരിപാലനം ഓരോ സ്റ്റേജിലും ആവശ്യമായിരിക്കും. ഒരു അമ്മയെ അച്ഛനെ പോലെ തന്നെ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്ന പോലെ സാറ് നട്ട് അതിൻ്റെ ഇല വിരിയുന്നത് നോക്കി അതുങ്ങളെ കീടങ്ങളിൽ നിന്നൊക്കെ പരിരക്ഷിച്ച് മാവുകളൊക്കെ പൂത്ത് തളിർത്ത് നിൽക്കുന്നത് കാണാൻ സാർ ആഗ്രഹിച്ച് നടുന്ന മാവുകളാണ് നമ്മളിവിടെ കാണുന്നതൊക്കെ. മാത്രമല്ല അതിനൊരു ഉദാത്തമായ ഒരു ലക്ഷ്യം കൂടിയുണ്ട്. സാധാരണക്കാർക്കും എല്ലാ കുട്ടികൾക്കും എല്ലാതരം മാമ്പഴങ്ങളും രുചിക്കാനുള്ള ഒരവസരം ഉണ്ടാക്കുക എന്നത് കൂടിയാണ്. മാത്രമല്ല ഇതിനു പിന്നിൽ ഒരു ഇമോഷണൽ സ്റ്റോറി കൂടിയുണ്ട്. ഇവിടെ ജീവിച്ച, ഇവിടെ സ്വതന്ത്രരായി നടന്ന ഒരുപാട് അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും മറ്റ് സ്റ്റാഫുകളുടെയും എല്ലാവരുടെയും ഓർമ്മകൾ കൂടിയുണ്ട് പല ചെടികൾക്കും. ശ്രോതാക്കൾ കേട്ടത് ചുറ്റുവട്ടം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കെമിസ്ട്രിയിലെ റിട്ടയർഡ് സയൻറ്റിഫിക് ഓഫീസറായ ബാലകൃഷ്ണൻ കെ വിയുമായി റേഡിയോ CU പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ഹേമന്ത് നടത്തിയ അഭിമുഖം.